നമ്മുടെ നാട്ടിൽ ഒരുപാട് ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മുടെ ഈ LDF സർക്കാർ ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് ഉദാരമായി പലതും വാഗ്ദാനം ചെയ്യാറുണ്ട്. പല കേസുകളിലും കുടുംബത്തിലുള്ളവർക്ക് ജോലി വാഗ്ദാനം ചെയ്യാറുണ്ട്. ഇങ്ങനെ പലതും കേൾക്കാറുണ്ട്. അതിൽ ചിലതൊക്കെ കൊടുത്തതായും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ അടുത്ത് ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു കാര്യമാണ് ചെന്താമര ഒരു ഇരട്ടക്കൊല കേസ്. ചെന്താമര ചെയ്ത ഇരട്ടക്കൊല കേസിൽ 2 പെൺകുട്ടികൾ അനാഥരായ ഒരു സംഭവമുണ്ട്. അതിൽ ആ പെൺകുട്ടികൾക്ക് ഉദാരമായി എന്തൊക്കെയോ വാഗ്ദാനങ്ങൾ സർക്കാർ നൽകിയിരുന്നു. അതിന്റെ കേസിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചാൽ ആ കുട്ടികൾക്ക് അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ടു. അപ്പോ അതില് ഇപ്പൊ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കണ്ടതാണ്, ആ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു കാര്യവും ഇതുവരെ സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടില്ല. പലരും ചോദിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ പ്രഖ്യാപിച്ചിരുന്നോ കിട്ടുമെന്ന് പറഞ്ഞിരുന്നോ എന്ന് പോലും ആ കുട്ടികൾ അറിയുന്നത്. അപ്പൊ അവരുടെ ജീവിതം വളരെ കഷ്ടത്തിലാണ്. അപ്പൊ അവർ പറയുന്നുണ്ട്, ശ്രീ രമേശ് ചെന്നിത്തലയാണ് അവർക്ക് എന്തൊക്കെയോ സഹായങ്ങൾ ചെയ്തിട്ടുള്ളത്, അതല്ലാതെ മറ്റൊരു സഹായവും സർക്കാരിൽ നിന്നോ ഒന്നും തന്നെ അവർക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത്? കാരണം വാഗ്ദാനങ്ങൾ ഒരുപാട് നൽകുക, പിന്നെ അവിടെ തിരിഞ്ഞു നോക്കുക, പിന്നെയും ഇതെങ്ങാനും വാർത്ത ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും കൊടുക്കുക എന്നൊരു രീതിയല്ലേ ഇവിടെ സർക്കാർ സ്വീകരിച്ചു വരുന്നത് ഇപ്പോഴും? അല്ല, ഇത് കഴിഞ്ഞ ദിവസം ഒരു ആശുപത്രിയിൽ ശ്വാസം കിട്ടാതെ പടഞ്ഞു മരിച്ച ബിസ്മീർ എന്ന് പറയുന്ന ഒരു യുവാവിന്റെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരു സ്വകാര്യ ചാനലിന്റെ ചർച്ചയിൽ അവതാരകൻ പറയുന്നുണ്ട്, ഇവിടെ പല പല പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളെ സഹായിക്കുന്നത് പ്രതിപക്ഷമാണ്. ഷിബു ബേബി ജോൺ സഹായിച്ച കാര്യം പറയുന്നുണ്ട്, മറ്റു പല നേതാക്കന്മാരും സഹായിച്ച കാര്യങ്ങൾ, VD സതീശൻ സഹായിച്ച കാര്യം പറയുന്നുണ്ട്, അങ്ങനെ പല ആളുകൾ സഹായിച്ച കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ സഹായിക്കാനാണെങ്കിൽ എന്തിനാണ് ഈ ഗവൺമെന്റ് എന്ന് ചോദിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഈ സംഭവിച്ചത് ഇത് കൃത്യമായിട്ട് ജനങ്ങൾ അറിയേണ്ട ഒരു കാര്യം കൂടി. അതായത് നെന്മാറ ഇരട്ടക്കൊല കേസ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് എല്ലാവരെയും ഞെട്ടിച്ചൊരു സംഭവമാണ്. അത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായി വന്നത് കഴിഞ്ഞ വർഷമാണ് ഇത് നടന്നത് എന്നുള്ളതാണ്. 2025 ജനുവരി 27 രാവിലെ ഈ സുധാകരൻ എന്ന് പറയുന്ന മനുഷ്യനെയും അയാളുടെ അമ്മയെയും ഈ പ്രതി ജയിലിൽ നിന്ന് ഇറങ്ങി പരോളിൽ ഇറങ്ങിയിട്ട് വന്നിട്ട് വെട്ടിക്കൊല്ലുകയാണ്. ക്രൂരമായിട്ടാണ് വെട്ടിക്കൊന്നത്. അതിനുശേഷം നെന്മാറയിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വലിയ വനമുള്ള സ്ഥലമാണ്. വനം എന്ന് പറഞ്ഞാൽ നല്ല കാടുള്ള പ്രദേശമാണ്, ഫോറസ്റ്റ് ഏരിയ ഉണ്ട്, വലിയ മലകളുണ്ട്. അപ്പൊ അങ്ങനെ ഒരു മലയിലേക്ക് ഇയാൾ വനത്തിലേക്ക് കയറി രക്ഷപ്പെടുകയാണ്. 2 ദിവസം മുഴുവൻ തെരഞ്ഞതിന് ശേഷമാണ് ഈ പറയുന്ന പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞത്. അത് പോലീസും നാട്ടുകാരും എല്ലാവരും കൂടെ തുനിഞ്ഞിറങ്ങിയിട്ടാണ് പിടിച്ചത്. ഒരു സൈക്കോ കില്ലറിനെ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആ തരത്തിലുള്ള ഭയം ജനങ്ങളിലൊക്കെ തളം കെട്ടി നിന്ന ഒരു സമയം, ഭീകരമായ ഒരു അന്തരീക്ഷം. ഇയാൾ ചെയ്തതിന്റെ പുറകിലുള്ള കാര്യങ്ങൾ പോലും പിന്നീടാണ് പുറത്തു വന്നത്. അതായത് ഇയാളും ഈ പറയുന്ന ചെന്താമര എന്ന് പറയുന്ന ക്രിമിനലും അയാളുടെ ഭാര്യയും തമ്മിലുള്ള ഉണ്ടായിട്ടുള്ള ചെറിയ ഇഷ്യൂ, അതിന്റെ പുറകിൽ പ്രവർത്തിച്ചത് അല്ലെങ്കിൽ അതിന് കാരണമായത് ഈ പറയുന്ന സുധാകരനും അദ്ദേഹത്തിന്റെ ഭാര്യയും ആണ് എന്ന ഒരു വിശ്വാസം അയാളിൽ ഉണ്ടാവുകയും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ സുധാകരന്റെ ഭാര്യ സജിതയെ വെട്ടിക്കൊല്ലുകയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ വെട്ടിക്കൊന്നതിന് ശേഷമാണ് ഇയാൾ ജയിലിൽ പോകുന്നത്. ആ ജയിലിൽ പോയിട്ട് പിന്നെ ഈ പഞ്ചായത്തിൽ കടക്കരുത് എന്നുള്ള കോടതിയുടെ ഉത്തരവുണ്ട്, അത് നടപ്പിലാക്കാൻ അന്നത്തെ പോലീസുകാർ തയ്യാറായില്ല. ഈ പരോള് കിട്ടിക്കഴിഞ്ഞാൽ ഇയാൾ നേരെ വീട്ടിലേക്ക് വരുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ആരാണ്? ഈ പറയുന്ന പോലീസുകാരല്ലേ. പക്ഷെ അത് അവർ നടപ്പിലാക്കിയിട്ടില്ല. ആ സിസ്റ്റം തന്നെ പരാജയമായിരുന്നു എന്നുള്ളതാണ്. അത് വാർത്ത ഇത് പരോളിൽ ഇറങ്ങിയ ആ ഒരു ആളെന്ന് പറയാം, തടവുകാരനാണെന്ന് പറയാം. പക്ഷെ ഗോവിന്ദചാമി എവിടെന്നാ ഇറങ്ങിയത്? കിണറിനകത്ത് കയറി ഒളിച്ചിരുന്നത് എപ്പോഴാ? അത് ആരുടെ കണ്ണു വെട്ടിച്ചാ പോയത്? അത് ജയിലിൽ തന്നെ ചാടിയതാണല്ലോ. അതെ, അത് എന്തെങ്കിലും അതൊരു തിരക്കഥയുടെ ഭാഗമാണോ എന്നതെല്ലാം ഇപ്പോഴും ഒരു ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ്. കാരണം കണ്ണൂർ സെൻട്രൽ ജയിലിൽ പോലീസിന്റെ കണ്ണു വെട്ടിച്ച് എങ്ങനെയാണ് ഒറ്റക്കയ്യനായ അയാൾക്ക് ചാടാൻ കഴിയുന്നത്? പിന്നെ ഇത് പിന്നെയും ന്യായീകരിക്കാൻ പറ്റും, പരോളിൽ ഇറങ്ങി അയാളുടെ പക തീർക്കാൻ വന്നു എന്നുള്ളത്. അവിടെയും പോലീസ് പരാജയം തന്നെയാണ്. പക്ഷെ ജയിലിൽ ചാടിയാണ് അയാൾ പോയി കിണറിനകത്ത് ഒളിച്ചിരുന്നതെന്ന് ആലോചിക്കണം. അല്ല, ഈ കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ മതിൽ ചാടി ഒരാൾ രക്ഷപ്പെടുക എന്ന് പറയുന്നത് വലിയ അത്ഭുതമാണ്. മറ്റാർക്കെങ്കിലും ചാടാൻ വേണ്ടി ഇവർ അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കിയത് പറയാൻ പറ്റില്ല. വേറെ എന്തെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു പരിപാടിയാണ് അവിടെ ഉദ്ദേശിച്ചത്. എന്താണ് അവിടെ ആ സമയത്ത് നടന്നത് എന്നുള്ളത് ഇപ്പോഴും നമുക്കറിയില്ല. അന്വേഷണ റിപ്പോർട്ട് പോലും കൃത്യമായി പുറത്തു വിട്ടിട്ടില്ല. അത് രഹസ്യം, അത് ചില രഹസ്യ സ്വഭാവങ്ങൾ ഉള്ളത് കൊണ്ട് വിവരാവകാശ പ്രകാരം അത് പുറത്തുവിടാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. വളരെ രഹസ്യ സ്വഭാവം. അതാണ് ഞാൻ പറയുന്നത്. പക്ഷെ നാട്ടുകാർ മൊത്തം എല്ലാ കാര്യവും അറിയുകയും ചെയ്യും.
അതാണ്. അപ്പൊ നമുക്ക് അവിടെ പോയ ആളുകൾക്ക് അറിയാം എങ്ങനെയാണ് അവിടുത്തെ സുരക്ഷാ സെക്യൂരിറ്റി ഒക്കെ ഉള്ളത്. അത് CPM ഒരു എന്താണ് ഒരു ഹോട്ടൽ പോലെ ഇടക്കാല വസതി പോലെയുള്ള ഒരു സ്ഥലമാക്കി അതിനെ മാറ്റിയിട്ടുണ്ട്. അത് വേറൊരു കാര്യം. പക്ഷെ എന്നാലും അവിടെ നിന്ന് പുറത്ത് ചാടുക എന്നൊക്കെ പറയുന്നത് വളരെ വലിയതാണ്. നമ്മൾ ആ മതിലിന്റെ മുകളിൽ ചാടി താഴേക്ക് പോകുമ്പോൾ കാലോടിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെ ഈ ലൈൻ കമ്പിയുണ്ട്, അതിന്റെ മുകളിൽ കൂടി വേണം ചാടാൻ. ഇതൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളാണ്. മാത്രം ചാടി കഴിയുമ്പോൾ തൊട്ടപ്പുറത്ത് ഈ കയറി വരുന്ന സ്ഥലത്ത് പിന്നെ കാവലുണ്ട്. ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പം അതിലൊക്കെ ഒരുപാട് നിഗൂഢതകൾ ഇപ്പോഴും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇപ്പൊ ഈ കേസിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പോലീസിന്റെ ഒരു എന്താ പറയാ ഒരു സിസ്റ്റത്തിന്റെ പോരായ്മ കൊണ്ട് വീണ്ടും ആ പറയുന്ന ഈ അച്ഛനും കൂടെ കൊല്ലപ്പെടുകയാണ്. അമ്മയെ വെട്ടുകയാണ്. അമ്മ രക്ഷപ്പെട്ടു. അതായത് ഈ അച്ഛന്റെ സുധാകരന്റെ അമ്മയെ വിട്ടു, ലക്ഷ്മി എന്ന് പറയുന്ന അമ്മയെ വെട്ടിയിട്ട് ആ സ്ത്രീ രക്ഷപ്പെട്ടു. പക്ഷെ ഇവർക്ക് 2 പെൺകുട്ടികളാണ്. അഖില എന്ന് പറയുന്ന അതുല്യ എന്ന് പറയുന്ന 2 പെൺകുട്ടികൾ, അത്രയൊന്നും വളർച്ചയെത്താത്ത എന്താണ് കൗമാരക്കാരായിട്ടുള്ള ഒരു പെൺകുട്ടികളാണ്. അവർക്ക് ആരും ഇല്ലാതായി പോയി, ആശ്രയമില്ലാതായി പോയി ആ പെൺകുട്ടികൾക്ക്. ആ സമയത്ത് ഈ മാധ്യമങ്ങളിലൊക്കെ ഈ വാർത്ത വന്ന് നിന്ന സമയത്ത് ഓടിയെത്താൻ എത്ര പൊളിറ്റീഷ്യൻസും ഈ പറയുന്ന രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഈ മന്ത്രിയും ഈ പറയുന്ന സർക്കാരുകളും എല്ലാം കൂടി ഇവർക്ക് ഞങ്ങൾ കൂടെയുണ്ട്, ഞങ്ങൾ ഈ പെൺകുട്ടികളുടെ കൂടെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ ഷോ ഓഫ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഷോ ഓഫ് ഇറക്കിയിട്ട് ഇവർക്ക് നഷ്ടപരിഹാരം, ഇവരുടെ വീട് ശ്രദ്ധിച്ചിട്ടുണ്ടോ ചേച്ചി? വളരെ ഒരു ചെറിയൊരു വീടാണ്, ഒരു സൗകര്യമില്ലാത്ത വീടാണ്. അവർക്ക് ജോലിയില്ല. അപ്പം ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്താം, സുരക്ഷ ഉറപ്പുവരുത്താം. പഠിക്കുന്ന പെൺകുട്ടികളാണ്. അതെ, അത് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാമെന്നുള്ള നിലയ്ക്ക് ആ സമയത്ത് തന്നെ ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരുന്നു. കലക്ടറെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള കാര്യങ്ങളും, അതായത് ഒരു നഷ്ടപരിഹാര തുക എന്ന് പറയുമല്ലോ നമ്മൾ. ഇപ്പം ഈ മനുഷ്യനെ വെട്ടിക്കൊന്നത് ഈ സിസ്റ്റത്തിന്റെ പരാജയം മൂലം വെട്ടിക്കൊല്ലപ്പെട്ടതാണ്. അപ്പൊ ആ പെൺകുട്ടികൾക്ക് നഷ്ടപരിഹാര തുകയെങ്കിലും ഈ സർക്കാർ സജിതയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചെന്താമരയ്ക്ക് 3.25 ലക്ഷം എത്ര രൂപ പിഴ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് കുറച്ച് തുക പോലും ഇവർ ഈടാക്കി അത് ഇരയ്ക്കല്ലേ കൊടുക്കേണ്ടത്, ഇരയുടെ കുടുംബത്തിന് കൊടുക്കേണ്ടത്. അത് കോടതിയുമായി ബന്ധപ്പെട്ട് കോടതി വിധിച്ച തുകയാണ്. അപ്പൊ അത് പ്രതിക്ക് അടക്കണം നിർബന്ധമില്ല. അപ്പൊ പ്രതി അടച്ചില്ലെങ്കിൽ അത്രയും ശിക്ഷ അനുഭവിക്കുക എന്നുള്ളതാണ്. അപ്പൊ പ്രതിക്ക് അതിന് വകുപ്പില്ലെങ്കിൽ അത് അടയ്ക്കാൻ പറ്റില്ല. സർക്കാർ അതിൽ പ്രത്യേക താല്പര്യം കാണിച്ച് അവർക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കേണ്ടത് അല്ല, അതായിരുന്നു. മാത്രമല്ല ആ കൊലക്കേസിലും കൊടുത്തിട്ടില്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ സിസ്റ്റത്തിന്റെ പരാജയമോ പോലീസിന്റെ പരാജയമോ മൂലം ഉണ്ടായിട്ടുള്ള ഈ കൊലപാതകം, ആ കൊലപാതകത്തിന്റെ പേരിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള നഷ്ടപരിഹാരം പോലും ഇന്നേ വരെ ആ കുട്ടികളുടെ കൈകളിൽ എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള വലിയ ചോദ്യമല്ലേ. അവിടെയുള്ള പൊളിറ്റീഷ്യൻസ്, MP രാജേഷിന്റെ സ്ഥലമല്ലേ പാലക്കാട് എന്ന് പറയുന്നത്. ഈ CPMന്റെ ഒരു കണ്ണൂര്, കൊല്ലം, അതുപോലെ തന്നെ ഈ കാസർഗോഡ്, പാലക്കാട്, ഇതൊക്കെ CPMന്റെ കോട്ടകളാണ്. ആലപ്പുഴ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. അവിടെയുള്ള പാലക്കാടൻ കാറ്റ് എപ്പോഴും CPMന് അനുകൂലമായിട്ട് ഗ്രാമങ്ങളെല്ലാം ചലിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശം, പ്രത്യേകിച്ച് നെന്മാറയൊക്കെ CPM അത്യാവശ്യം നല്ല പിടിപാടുള്ള സ്ഥലങ്ങളാണ്. അവിടെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? അവിടെ ഇങ്ങനെയുള്ള 2 പെൺകുട്ടികൾക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ ഈ സർക്കാരിന് കഴിയുന്നില്ല. അവിടെ ഇവർക്ക് ഈ പറയുന്ന മാധ്യമപ്രവർത്തകർ ചെന്ന് ഇവരോട് ചോദിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളെ ആരും സഹായിച്ചിട്ടില്ല, ആകെ സഹായിച്ചത് ശ്രീ രമേശ് ചെന്നിത്തല മാത്രമാണ്. അദ്ദേഹം ഞങ്ങളെ സാമ്പത്തികമായി സഹായിച്ചു, ഞങ്ങളെ ചേർത്ത് നിർത്തി. പുറത്തുനിന്ന് പറഞ്ഞു വരുത്തുന്നതല്ല ഇത്, അവരാണ് പറയുന്നത്. അതായത് ഈ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല അവിടെ പോവുകയും അദ്ദേഹം ആ പെൺകുട്ടികളുടെ പ്രശ്നം കാണുകയും അത് മനസ്സിലാക്കുകയും, അദ്ദേഹത്തിനും ഈ മക്കളും അങ്ങനെ ആളുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ഒരു വികാരം മനസ്സിലായി കാണും. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യം അദ്ദേഹം ചെയ്തു. ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ നേതാക്കന്മാർ പോയിട്ട് പല ഉടായ്പകളും പറഞ്ഞു വരാറുണ്ട്. അങ്ങനെയല്ല, ചെയ്യേണ്ട കാര്യങ്ങൾ, പറഞ്ഞ കാര്യങ്ങൾ രമേശ് ചെന്നിത്തല അവർക്ക് അവിടെ ചെയ്തു കൊടുത്തു. അതാണ് വലിയ കാര്യം. അത് അവർക്ക് അവിടെ ചെയ്തു കൊടുത്തു. അപ്പൊ അങ്ങനെ അത് രമേശ് ചെന്നിത്തലയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല അത് ചെയ്തത് കൊണ്ട് അവിടെ വലിയ ഒരു സഹായം ആ കുട്ടികൾക്ക് കിട്ടി. ഇവിടെ എന്തിനാണ് സർക്കാർ, ഇവിടെ എന്തിനാണ് ഒരു ഗവൺമെന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി പ്രതിപക്ഷത്തിരിക്കുന്ന ആൾക്കാരും ഒക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ സർക്കാർ ഒന്നും ചെയ്യാതെ ഇരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം ഇങ്ങനെ ചെയ്യാനുള്ള മനസ്സും വേറെ തന്നെയാണ്. ഏതെങ്കിലും ഒരു CPM നേതാവിന് ചെയ്യാൻ തോന്നിയോ? ഇല്ലല്ലോ. ഇവരൊരിക്കലും തോന്നില്ല. ഇവരിങ്ങനെ ചെയ്യുന്ന നേതാക്കന്മാരെ പുച്ഛിക്കുക എന്നല്ലാതെ ഇവർ 5 പൈസ ആർക്ക് കൊടുക്കും നമുക്ക് കാണാൻ കഴിയും. പിരിച്ചിരുന്നെങ്കിൽ ആ ചക്രക്കുടത്തിൽ അവർ കൈയിട്ട് വാരുകയും ചെയ്യും. അതാണ് ഇതിന്റെ കാര്യം. അപ്പം ആ പെൺകുട്ടികളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഈ പറഞ്ഞ സ്റ്റേറ്റിനാണ്. അതുപോലും ചെയ്യാത്ത ഗവൺമെന്റ് ഇവിടെ സ്ത്രീ സുരക്ഷയിൽ നമ്പർ 1 തള്ളി ഇങ്ങനെ ഇരിക്കുകയാണ്.